ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരി പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാദാ മന്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ മട്ടനോ ഒക്കെ വെച്ചിട്ട് ഇതന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പെരി പെരി ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ്. അതിങ്ങനെ പല പീസായിട്ട് കിട്ടുന്നത് പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിനെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ട് ആഴത്തിൽ വരഞ്ഞു കൊടുക്കുക. എന്നാലേ ഇതിലേക്കുള്ള മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനിൽ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകമാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 6-7 ചുവന്ന മുളക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഒരു 10-12 വരെയൊക്കെ നമുക്ക് എടുക്കാം. ഇത് റൈസിലേക്കുള്ള എരിവിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3 വെളുത്തുള്ളിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. അത് 2 കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഒലീവ് ഓയിലാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മൾ അരച്ചെടുത്ത മസാല ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചുമന്ന മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് എരിവുള്ള ഒരു റൈസല്ല, പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് മാത്രമേ നമ്മൾ റൈസിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പെരി പെരി ചിക്കനുള്ള മസാല റെഡി ആയിട്ടോ. ഇനി ഇത് നമുക്ക് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെക്കാം. അപ്പോൾ ഇത് മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചിക്കനും നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതേമാതിരി റൈസിൻ്റെയും ടേസ്റ്റ് കൂടും. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്ന കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ചിക്കനും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു
ചെറിയ 2 കഷ്ണം പട്ട അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്കിത് 2 3 4 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുള്ള പെരി പെരി ചിക്കൻ്റെ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴേ ഇതിൻ്റെ റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു പാക്കറ്റ് മാഗി ക്യൂബാണ് ഈ മൊത്തം പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി റൈസ് വേവിക്കാനുള്ള ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നു. ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു ചോറ് മറ്റേ ചോറിനോട് ഒട്ടാതെ നമുക്ക് റൈസ് കിട്ടുകയും ചെയ്യും. പിന്നെ റൈസ് എടുക്കുമ്പോൾ നന്നായിട്ട് കുത്തി ഉടക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഒക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീൽ ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് പുകച്ചെടുക്കണം. ഒരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ റൈസിനും ചിക്കനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചാർക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നു. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അടപ്പ് വെക്കുന്നതിൻ്റെ മുന്നേ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ ഒന്നും കൂടെ ഫ്ലേവർ റൈസിലൊക്കെ കുറച്ച് നേരം കൂടെ തങ്ങി നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ പെരി പെരി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റൈസാണ്. നമ്മൾ സാധാ മന്തിനെക്കാട്ടി നല്ല കിടുക്കാച്ച ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇനി കടയിൽ നിന്നൊക്കെ നല്ല കാശൊക്കെ കൊടുത്തിട്ട് പെരി പെരി ചിക്കൻ മന്തിയൊന്നും വാങ്ങിക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഫസ്റ്റ് ആ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുതന്നെയാണ് നമ്മൾ ചിക്കനിലും റൈസിലും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.